കല്യാണം കഴിക്കാൻ സമ്മതം മൂടുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. എൻ്റെ ഒരു സുഹൃത്ത് വളരെ വേദനയോടെ പറഞ്ഞു, താതെ ഞാൻ ഇന്ന് 10 ലക്ഷം രൂപ കടക്കാരനാണ്. 5.5 പവൻ സ്വർണ്ണാഭരണം ഞാൻ മഹറായി നൽകിയിട്ടുണ്ട്. കല്യാണവും അനുബന്ധ ചെലവുമായിട്ട് മുഴുവനും 80% കടം വാങ്ങിയതാണ്. അതൊക്കെ ഞാൻ സഹിച്ചേക്കാം. പക്ഷേ വിവാഹം കഴിഞ്ഞ് 1.5 മാസമായിട്ടേ ഉള്ളൂ. എൻ്റെ ഭാര്യ പഴയ കാമുകൻ്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾക്കിടയിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഇഷ്ടവും മനസ്സിൽ വെച്ച് നിങ്ങളുടെ ബാപ്പയുടെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഏതോ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുരുഷന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യരുത്. വളരെ സീരിയസ് ആയിട്ട് പറയാം, ഒരിക്കലും ഭൂമിയിൽ സമാധാനത്തോടെ പിന്നെ ജീവിതം കിട്ടൂല. ഏതോ ഒരുത്തനെ മനസ്സിൽ കൊണ്ട് നടക്കുകയും ജീവിക്കുന്നത് ഒരു പാവപ്പെട്ട പുരുഷന്റെ കൂടെ ആവുകയും ചെയ്യുന്നത് അതികഠിനമായ ദ്രോഹമാണെന്ന് മനസ്സിലാക്കാം.